ഇൻസ്റ്റാഗ്രാമിലെ ചില പേജുകളിലെ ചില പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ചിരിക്കണോ, കരയണോ, ദേഷ്യപ്പെടണോ, സഹതപിക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനുകൾ മാറി മാറി തോന്നാറില്ലേ? അത്തരം ചില പോസ്റ്റുകളെ കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. ഇത്തരം ട്രോളുകളിൽ പ്രധാനമായും വരുന്ന ചില കാറ്റഗറികളുണ്ട്. പഠിപ്പിയുഴപ്പൻ ട്രോളുകൾ, ഗേൾസ് വേഴ്സസ് ബോയ്സ് ട്രോളുകൾ, അമ്മ മഹാത്മ്യം ട്രോളുകൾ, പുരുഷന്റെ സങ്കല്പത്തിലെ സ്ത്രീകൾ എന്നിവയൊക്കെയാണവ. ഇത്തിരി അപകർഷതാബോധം, ഇത്തിരി മണ്ടൻ ചിന്തകൾ, കുറച്ച് സ്വയം പൊക്കൽ, കുറച്ച് പെണ്ണുങ്ങളെ പഠിപ്പിക്കൽ, ഇതൊക്കെ ചേർത്തിളക്കി തയ്യാറാക്കിയ അത്തരം ട്രോളുകളുടെ ചില സാമ്പിളുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു അമ്മ മഹാത്മ്യം ട്രോള് തന്നെ നോക്കാം. നിഷ്കളങ്കമായ അമ്മമാരുള്ള അവസാനത്തെ ജനറേഷനാണ് നമ്മൾ, അതിൽ അഭിമാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണിത്. എന്താണ് നമ്മുടെ അമ്മമാരെ ഇത്ര നിഷ്കളങ്കരാക്കുന്നത് എന്നത് പോയിന്റുകളായി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, നമ്മുടെ അമ്മമാർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ല എന്നതാണ്. സ്മാർട്ട് ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നത് അറിഞ്ഞുകൂടാത്തതിലാണ് രണ്ടാമത്തെ നിഷ്കളങ്കത കുടികൊള്ളുന്നത്. സ്വന്തം പിറന്നാൾ എന്നാണെന്ന് പോലും ഓർമ്മയില്ല എന്നതാണ് നിഷ്കളങ്കതയുടെ പരകോടിയിൽ എത്തിക്കുന്ന മൂന്നാമത്തെ പോയിന്റ്. പിറന്നാൾ സർപ്രൈസുകളൊന്നും ഒരിക്കലും ആവശ്യപ്പെടാത്ത ത്യാഗത്തിലാണ് നാലാമത്തെ നിഷ്കളങ്കത നിലനിൽക്കുന്നത്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാത്തതും സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ അറിയാത്തതുമൊക്കെ നിഷ്കളങ്കതയുടെ പര്യായമായി മാറുന്നതിന്റെ ഗുട്ടൻസ് എന്താണാവോ? നിഷ്കളങ്കത സ്വന്തം ജീവിതത്തിൽ വരുത്താൻ ഇവർക്കും സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോണും ഒക്കെ ഉപേക്ഷിച്ചുകൂടെ? അമ്മമാർക്ക് മാത്രം മതിയോ ഈ നിഷ്കളങ്കതയൊക്കെ? സഹിച്ചും ക്ഷമിച്ചും അറിവില്ലായ്മ നടിച്ചും ജീവിക്കുന്ന അമ്മമാരെ നിഷ്കളങ്കരായി ചിത്രീകരിച്ച് പ്രോത്സാഹിപ്പിച്ചാലേ സ്വന്തം കാര്യങ്ങൾ ഒരു മുട്ടുമില്ലാതെ നടക്കൂ എന്നറിയാവുന്ന ചില മക്കളുടെ ഒരു പ്രത്യേകതരം ഒലിപ്പിക്കലാണ് നിഷ്കളങ്ക അമ്മ സ്നേഹം. സ്വന്തം കാര്യങ്ങളൊക്കെ മറന്ന് ഫുൾ ടൈം ത്യാഗിയായി അറിവില്ലാത്തവളായി ജീവിച്ചാൽ മാത്രമേ ഇവർ നിഷ്കളങ്ക സർട്ടിഫിക്കറ്റ് നൽകി സ്വയം അഭിമാനിക്കൂ. അടുത്തത് നമുക്ക് ആണിന്റെ സങ്കല്പത്തിലെ പെണ്ണിനെ നോക്കാം. ഇത്തരം ട്രോളുകൾ മുഴുവനും സ്ത്രീകൾക്ക് ചില പ്രത്യേകതരം അറിവുകൾ നൽകുന്നവയായിരിക്കും. സ്ത്രീകളെ കുറിച്ചുള്ള ബോയ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്നതാണ് ഇത്തരം ട്രോളുകൾ. പക്ഷെ ഇത്തരം ട്രോളുകൾ പലപ്പോഴും കാണുമ്പോൾ ഈ ബോയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്രോളിട്ട വ്യക്തിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. മോഡേൺ വേഷങ്ങൾ ധരിച്ച സ്ത്രീകളെക്കാൾ ബോയ്സിന് ഇഷ്ടം ദാവണിയും സാരിയും ഒക്കെ ഉടുത്ത് മുല്ലപ്പൂ ചൂടി അമ്പലത്തിൽ നിന്നും വരുന്ന പെൺകുട്ടികളെയാണ് എന്നാണ് ബോയ്സിന്റെ മൊത്തം പ്രതിനിധിയായി ഒരാൾ ട്രോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ബോയ്സിനെ നിങ്ങൾ ബോയ്സ് ആയി കണക്കാക്കില്ലേ? അതല്ല, മോഡേൺ വസ്ത്രം ധരിക്കുന്നവർക്ക് മോഡേൺ ചിന്തകളും ഉണ്ടായേക്കാം, അതൊന്നും താങ്ങാൻ എന്നെ കൊണ്ടാവില്ല എന്ന ചിന്തയുള്ള ബോയ്സിന്റെ കാര്യമാണോ ലോക സത്യം എന്ന നിലയ്ക്ക് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പറഞ്ഞ ബോയ്സിന്റെ അറിവിലേക്കായി വസ്ത്രധാരണവും ചിന്താഗതിയും തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല. മാത്രമല്ല, ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ചിന്തിക്കുന്ന ഒരു യൂണിറ്റുമല്ല. അതുകൊണ്ട് തന്നെ ഇന്നത് ധരിക്കണം, ഇന്നത് ധരിക്കരുത് എന്ന് ഡയറക്റ്റായി പറയാനുള്ള മടി കാരണം ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ എന്ന രീതിയിൽ ബോയ്സിന്റെ മൊത്തം ഇഷ്ടമായി ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ ഗുട്ടൻസ് എല്ലാവർക്കും പിടികിട്ടും. അടുത്തത് ഒരു പഠിപ്പിയുഴപ്പൻ ട്രോളാണ്. പഠിപ്പിയുഴപ്പൻ ട്രോളുകളുടെ ഒരു പ്രത്യേകത, ഉഴപ്പൻ അഥവാ ബാക്ക് ബെഞ്ചർ എപ്പോഴും മാസായിരിക്കും, പഠിപ്പി എപ്പോഴും ഒരു സീറോ ആയിരിക്കും. പഠിക്കാൻ കഴിവുള്ളവരും ഇല്ലാത്തവരും ഉഴപ്പുന്നവരും ഉഴപ്പാത്തവരും ഒക്കെ ഒരു ക്ലാസ്സിലുണ്ടായിരിക്കും. അതിൽ ഒരു കൂട്ടർ മാത്രം എപ്പോഴും മാസാകുന്നത് എന്തുകൊണ്ടായിരിക്കും? പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്തവരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ടീച്ചേഴ്സിനും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും ഉണ്ട് എന്നത് ശരിയാണ്. അതൊരു തെറ്റായ പ്രവണതയുമാണ്. എന്നാൽ അതിനെ അതിജീവിക്കാനെന്നോണം വരുന്ന ഈ ഉഴപ്പൻ ഗ്ലോറിഫിക്കേഷൻസ് ഒരിക്കലും നല്ല റിസൾട്ട് അല്ല തരിക. ഈ പഠിപ്പി ഉഴപ്പൻ ട്രോളുകൾക്ക് മറ്റൊരു സ്റ്റീരിയോ ടൈപ്പ് കൂടിയുണ്ട്. പഠിപ്പി എന്നത് ആണുമാവാം പെണ്ണുമാവാം, എന്നാൽ ഉഴപ്പൻ എപ്പോഴും ആണായിരിക്കും. അതായത് പഠിക്കുക എന്നത് പെണ്ണിന്റെ സ്വഭാവമാണ്, ആൺകുട്ടികൾ ഉഴപ്പുന്നവരായിരിക്കും, അതാണ് ആണിന്റെ സ്വഭാവം. ഉഴപ്പിയാലും നന്നായി മാർക്ക് വാങ്ങുന്നവനാണ് യഥാർത്ഥ ഹീറോ. ഇനി ഉഴപ്പി മാർക്ക് വാങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, പഠിച്ച് മാർക്ക് വാങ്ങരുത്. ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകളിൽ വീണു പോകുന്ന ആൺകുട്ടികളുണ്ട്. അടുത്തത് കോംപ്ലക്സ്, സ്വയം പൊക്കൽ എല്ലാം ചേർന്നൊരു ഗംഭീര ട്രോളാണ്. സംഭവം ഇങ്ങനെയാണ്. സിഗരറ്റ് വലിക്കുമെന്ന കാരണത്താൽ നിങ്ങളെ ഒരു പെൺകുട്ടി ഉപേക്ഷിച്ചു പോയാൽ നിങ്ങൾ എന്താവും വിചാരിക്കുക? സ്വന്തം കുറവുകൾ അംഗീകരിക്കാൻ കഴിയാത്ത, മറ്റുള്ളവരുടെ ചോയ്സ് മാനിക്കാൻ അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, കൂട്ടത്തിൽ നല്ല അസൂയയും കുശുമ്പും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അവളെ കെട്ടുന്നവൻ എന്നേക്കാൾ വൃത്തികെട്ടവനായിരിക്കണം, ഞാൻ സിഗരറ്റ് എങ്കിൽ അവൻ കഞ്ചാവ്, എന്നിട്ട് അവൻ കേസിൽ പെടണം. അപ്പോൾ സ്റ്റേഷനിൽ നിന്നും അവനെ ഇറക്കാൻ അവൾ വരണം. അപ്പോൾ അവിടുത്തെ ആ സ്റ്റേഷനിലെ SI ആരായിരിക്കണം? ഈ ഞാനായിരിക്കണം. അല്ല പിന്നെ, ഈ ഞാനൊരു സംഭവമായിരുന്നു എന്ന് അന്ന് അവൾക്ക് മനസ്സിലാകും. എന്റെ സിഗരറ്റ് വലിയും സഹിച്ച് കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി അവൾക്ക് വരുമായിരുന്നോ? ഇതാണ് പറയുന്നത് ആണുങ്ങളെ ഒരിക്കലും തേക്കാൻ പാടില്ല എന്ന്. സ്വന്തം കോംപ്ലക്സുകളിൽ നിന്നും വരുന്ന ഇത്തരം മണ്ടൻ ചിന്തകളെ ഒരു എളുപ്പമില്ലാതെ പടച്ചുവിടാൻ ഇവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും? അത്രയും വലിയ മണ്ടത്തരങ്ങളാണ് പടച്ചുവിടുന്നതെന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. എന്താണ് ഇങ്ങനെയുള്ള പോസ്റ്റുകളെ കുറിച്ചും ട്രോളുകളെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.